ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ വീഡിയോയിൽ സാധാരണ ഞാൻ ഇപ്പോൾ ഇടുന്നത് ഡബ്ബിങ് വീഡിയോസാണ്. നിങ്ങൾ കാണുന്നതാണ് ഡബ്ബിങ് വീഡിയോസാണ്. ഹലോ, നമസ്കാരം. ഇതൊക്കെ എൻ്റെ ഈ ശബ്ദം ഇതൊക്കെയാണ് എൻ്റെ വീഡിയോസിൽ മിക്കലും കാണുന്നത്. എന്നാണ് ഞാൻ ഇന്ന് വരുന്നിരിക്കുന്നത്. ഇതൊന്നും ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞത് ഞാൻ ഒരു മൂവി റിവ്യൂയെ കുറിച്ച് പറയാമെന്നാണ്. കാന്താര ലെജൻസ് ചാപ്റ്റർ 1. എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ പടത്തിനെ കുറിച്ച് പറയാമെന്നാണ്, നമ്മളൊരു എമൗണ്ടിൽ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് പടം കാണുമ്പോൾ ഒരു 2.5 മണിക്കൂർ ഉള്ളൊരു ഫുൾ ലെങ്ത് ഒരു പടം കാണുന്ന സമയത്ത് നമുക്ക് ആ പൈസ എന്താവണം, അത് നമുക്കത് വസൂലാക്കണമെങ്കിൽ നമുക്ക് ആ തരുന്ന സാധനം വിഷ്വലി നമുക്ക് ഇതായിരിക്കണം, ഓഡിയോ പക്കയായിരിക്കണം. ഈ സാധനം തന്നാലേ നമുക്ക് എന്താവും, ചിലവാക്കിയ പൈസയ്ക്ക് സംതൃപ്തമാവും. ഇല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പൈസ പോയല്ലോ എന്നുള്ളൊരു മനസ്താപം നമുക്ക് ഇപ്പോഴും കിടക്കും. പിന്നീട് പടം നമുക്ക് പുതിയൊരു വേറൊരു പടം ഇറങ്ങുന്ന സമയത്ത് നമുക്കിത് തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കാന്താര ഈ പടം ഞങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. സാധനം OTTക്ക് വെയിറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല് സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വിഷ്വലി ആയിരുന്നാലും VFX ആയിരുന്നാലും എല്ലാ അർത്ഥത്തിലും, ഓഡിയോ ആയിരുന്നാലും അതിലെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും എല്ലാം നമുക്കൊരു നെക്സ്റ്റ് ലെവലിൽ തരുന്ന സാധനമാണ്. ഈ പടം നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം പടം നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ തലത്തിലോട്ടാണ്. അതിനൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യണം, ഒരു ഗൂസ് പമ്പ് സാധനങ്ങളാണ്. നമുക്ക് ഇങ്ങനെയുള്ള മലയാളത്തിലായിരുന്നാലും കന്നഡയിലായിരുന്നാലും തെലുങ്കിലായിരുന്നാലും ഇങ്ങനത്തുള്ള തമിഴ് ഇങ്ങനത്തുള്ള ഇൻഡസ്ട്രികൾ ഇതുപോലത്തുള്ള പടങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആഘോഷിക്കുന്ന ഒരുപോലെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പോകണം, നമ്മൾ ഒരുപോലെ ആഘോഷിക്കുന്നതാണ് ഈ മൂവീസ്. അപ്പോൾ ഈ കാന്താര എന്ന് പറയുന്ന സാധനം വിഷ്വലി തരുന്നത് നമുക്ക് ഫസ്റ്റ് മൂവിയെ അപേക്ഷിച്ച് ഫസ്റ്റ് മൂവിയിൽ നമുക്ക് ഒരു കുഞ്ഞായിട്ടിട്ട് ക്ലൈമാക്സ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചെയ്തു. പക്ഷേ ഇതിൽ വേറെ ലെവലായിട്ടാണ്. അത് നിങ്ങൾ എന്തായാലും ആ സാധനം പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ നമുക്ക് ഗൂസ് ബംസ് എന്ന് പറയുന്ന സാധനം ഒരു ചില്ലറായിട്ടൊന്നുമല്ല കിട്ടുന്നത്, ഭയങ്കരമായിട്ട് കിട്ടും. എസ്പെഷ്യലി അത് വരുന്ന ചില കഥാപാത്രങ്ങളും ചില സംഭവങ്ങളൊക്കെ അതിലുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരിക്കലും ഈ പടത്തിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് പറയില്ല. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. മസ്റ്റായിട്ട് OTT വെയിറ്റ് ചെയ്തിരിക്കുക. ഈ സാധനം തിയേറ്ററിൽ തന്നെ പോവുക. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് ഈ സാധനത്തിന്. അത്യാവശ്യം നല്ല ഡോൾബി അറ്റ്മോസ് ഉള്ള സ്ഥലങ്ങളിൽ പോയി കാണുക. വേറെ ലെവൽ സാധനം. അപ്പോൾ എന്തായാലും പോയി കാണുക. നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.